പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ട നിക്ഷേപങ്ങൾ തന്ന് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് തന്ന് ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഒരുക്കിത്തരുന്ന ദൈവത്തെയാണ് നമ്മൾ ഇന്നത്തെ തിരുവചനത്തിലൂടെ കാണുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. ജ്ഞാനികളായ രാജാക്കന്മാർ യേശുവിനെ കാണാൻ വരുന്നതും ആ യേശുവിൻ്റെ ജനനത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോടിയായി യേശുവിൻ്റെ പിതാവായിരിക്കുന്ന ഔസേപ്പിന്, ജോസഫിന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് ആവശ്യമായ നിധികൾ, ട്രഷേഴ്സ് അവർ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട്, ഈശോ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. പുൽക്കൂട്ടിൽ ജാതനായ ഈശോയെയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. പൂജ്യരാജാക്കന്മാർ ഈശോയെ സന്ദർശിക്കുമ്പോൾ അതൊരു ഭവനമായി, തിരുക്കുടുംബമുള്ള ഒരു ഭവനമായി മാറിയിരിക്കുന്നു. ശാന്തിയുടെയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു കുടുംബമായി, ഭവനമായി. എവിടെയാണോ ശാന്തിയും സമാധാനവും ഉള്ളത് ആ സ്ഥലം ഒരു ഭവനമായി മാറും. തിരുക്കുടുംബം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഭവനമായി, സമാധാനത്തിൻ്റെ അടയാളമായി മാറി. ആ ഭവനത്തിലേക്ക് ജ്ഞാനികളായ രാജാക്കന്മാർ കടന്നു വന്ന് ശിശുവിനെ തൻ്റെ അമ്മയോടുകൂടി കാണുകയും ആ ശിശുവിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് അവർ ആ ശിശുവിനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. അതിനുശേഷം തങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമായ അവർ കൊണ്ടുവന്ന പൊന്നും മീറയും കുന്തിരിക്കവും ആ ശിശുവിന് കാഴ്ചയർപ്പിക്കുന്നു. ലോകത്തിൻ്റെ മുന്നിൽ അവർ വലിയ രാജാക്കന്മാരായിരുന്നിട്ടും തങ്ങളുടെ സ്ഥാനമാനങ്ങളും പദവികളും മാറ്റിവെച്ചിട്ട് അവർ ഭൂമിയിലേക്ക് പിറന്ന ദൈവത്തിൻ്റെ മുന്നിൽ മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ മറന്ന് കുമ്പിട്ടാരാധിക്കുന്ന ഒരു കാര്യം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ഏത് പദവിയിലിരിക്കുന്നവനായാലും നമ്മൾക്കെന്ത് സമ്പത്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ ആരാധിക്കാനിരിക്കുമ്പോൾ
ആ ദൈവത്തിനെ കുമ്പിട്ട് ആരാധിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? അതോ നിങ്ങളുടെ പദവികൾ വെച്ച് ദൈവത്തിൻ്റെ മുന്നിൽ കൈയും കെട്ടി നിൽക്കുകയാണോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിലപിടിപ്പുള്ള ട്രഷേഴ്സ് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന നിക്ഷേപങ്ങൾ, അത് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് കിട്ടുന്ന നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിലയുള്ളതായി നമ്മൾ കരുതുന്ന എന്തും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചെങ്കിലല്ലേ നാളത്തേക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മുന്നിൽ, ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച പൊന്നും മീറയും കുന്തിരിക്കവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ജോസഫിന് അവിടെ ആയിരിക്കുമ്പോൾ അതുപയോഗിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് നടത്തുവാൻ ജോസഫിനെ സഹായിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും ഇന്ന് സമൃദ്ധിയുടെ ദിവസമായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അത് വർദ്ധിപ്പിച്ചെടുക്കുവാൻ, ഭാവിയിലേക്ക് അത് ഉപകരിക്കത്തക്ക രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.